ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ മെഗാ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെ എല്ലാ ടീമുകളും ഭയക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ സീസണിലെ അവരുടെ ആദ്യ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ടീം എന്തുകൊണ്ടോ എവിടെയോ സെറ്റ് ആവുന്നില്ല എന്നുള്ള തോന്നൽ തന്നെയാണ് നമുക്കും ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു. ജസ്പ്രീത് ബുംറ തിരികെ വന്നിരിക്കുന്നു. രോഹിത് ശർമ്മ തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി എന്ത് വേണം? വാട്ട് എ ടീം, വാട്ട് എ മാച്ച്, വാട്ട് എ ടീം വർക്ക്, വാട്ട് എ വിൻ. യെസ്, ഫ്രം 10th place to 3rd place at the point table. യെസ്, മുംബൈ ഇന്ത്യൻസ് ആർ നൗ പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. സീസണിലെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വിജയമാണ് ഇപ്പോൾ MI സ്വന്തമാക്കുന്നതും. 7 വിക്കറ്റിനാണ് SRHനെ അവരുടെ തട്ടകത്തിൽ പോയി തകർത്ത് തെരിപ്പണമാക്കിയത് മുംബൈ ഇന്ത്യൻസ്. SRH ഈ ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് 143 റൺസായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ക്ലാസിന്റെ ഒരു ബാറ്റിംഗിന്റെ മികവിലാണ് അവർ ആ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നതും. പക്ഷേ അത് മറുപടി ബാറ്റിംഗിൽ വെറും 15.4 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് മറികടക്കുകയും ചെയ്തിരിക്കുന്നു. ഹിറ്റ്മാൻ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് ടീമും എത്ര വലിയ സ്കോർ അടിച്ചാലും അത് ചേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അപ്പോഴാണോ SRH അടിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ സ്കോർ? യെസ്, രോഹിത് ശർമ്മ ബാറ്റിംഗിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ബൗളിംഗിൽ SRHനെ എറിഞ്ഞിടുന്നതിൽ ട്രെൻഡ് ബോൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മാസ്മരിക പ്രകടനമുണ്ട്. ഇതാണ് ബോൾട്ടിൽ നിന്നും ആരാധകർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതും. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മ 46 പന്തുകളിൽ 70 റൺസ് എടുത്തുകൊണ്ട് ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മടങ്ങിയത്. സൂര്യകുമാർ യാദവ് എന്തൊരു മാസ്മരിക ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 19 പന്തുകളിൽ 40 റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ മാസം 12-ാം തീയതി പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് MI പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തേക്ക് കുതിച്ച് കയറിയിട്ടുണ്ട്. മറ്റുള്ള ടീമുകൾ ഈ ഒരു മുംബൈ ഇന്ത്യൻസിനെ ഭയന്നേ പറ്റൂ. കാരണം ഇപ്പോൾ അവർ പൂർണ്ണ കരുത്തിലേക്ക് തിരികെ എത്തിയിട്ടുമുണ്ട്. ജസ്പ്രീത് ബുംറയും ട്രെൻഡ് ബോൾട്ടും രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും എല്ലാം ഇങ്ങനെ മാരക ഫോമിൽ കളിക്കുമ്പോൾ പിന്നെ മറ്റുള്ള ടീമുകൾ മുംബൈ ഇന്ത്യൻസിനെ എങ്ങനെ ഭയക്കാതെ പോകണം? യെസ്, ദൈവത്തിന്റെ പോരാളികൾ അതിശക്തമായി തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു. ഇത്തവണ പ്ലേ ഓഫിലേക്ക് കയറാൻ തന്നെയാണ് MIയും ലക്ഷ്യമിടുന്നത്. ഈ ഒരു മത്സരവും തോറ്റതോടുകൂടെ SRHും രാജസ്ഥാൻ റോയൽസിന്റെയും CSKയുടെയും അതേ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട്. കാരണം 8 കളികൾ കളിച്ചതിൽ വെറും 2 വിജയങ്ങൾ 6 പരാജയങ്ങൾ. ഇനി SRH പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ തീരെയില്ല എന്ന് തന്നെ പറയുന്നതാവും ശരി. അല്ലെങ്കിൽ വലിയ തോതിൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.